ഞെട്ടുന്ന വാർത്തയാണ് ആശാനെ. നേരത്തെ പറഞ്ഞ പോലെ മുല്ലപ്പെരിയാർ ഡാം കുറച്ചൊന്ന് വളഞ്ഞിരിക്കുകയാണ്. ഗൂഗിൾ മാപ്പിന്റെ ആ ഒരു ഫോട്ടോയിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ വർഷം നേരെയായിരുന്നു, ആൻഡ് ഈ വർഷം നോക്കുമ്പോൾ അത് ചെറിയൊരു വളവുണ്ട് എന്നൊക്കെ. നിങ്ങൾ പരിഭ്രാന്തരാകേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാം നിയന്ത്രണ വിധേയമാണ്. സർക്കാർ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഞാൻ എന്താ അടങ്ങി നിക്കണേന്നറിയോ? പുറത്തിറങ്ങുമ്പോ നാട്ടുകാർ എന്നെ നോക്കി തന്തേ തല്ലി പോണു എന്ന് പറയിക്കാതിരിക്കാൻ. അല്ല, കഴിഞ്ഞ വർഷം നേരെയായിരുന്നു, ഈ പ്രാവശ്യം കുറച്ച് വളഞ്ഞിരിക്കുന്നു. അടുത്ത വർഷം ഈ ഡാം ഉണ്ടാകുകയാണെങ്കിൽ കൂടുതൽ വളഞ്ഞിരിക്കും. അല്ലേ ആശാനെ? ഡാമിന്റെ കാര്യമൊന്നും ഈ വർഷത്തെ പാർട്ടി അജണ്ടയിലില്ല. എന്തൊരു തൊലിക്കട്ടി! അത് തനിക്ക് എപ്പോഴാണ് മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ടെസ്റ്റ് ചെയ്ത് ആറ് പറയുന്ന ഒരു ഉരുൾ പൊട്ടിയപ്പം ഒരു മനുഷ്യ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ഇറ്റു പോകുമ്പോൾ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. നിന്നെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ല. ഇവിടെ ഇടതും വലതും മാറി മാറി കേരളം ഭരിച്ചിട്ട് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് നിലവിലുള്ള 20 എംപിമാരും വേസ്റ്റ് ആണ്, 140 MLA-മാരും ഷിയർ വേസ്റ്റ്. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാ നിൽക്കുന്നത്? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഇതിന്റെ ഒരു ശക്തി എന്ന് പറഞ്ഞാല് അമേരിക്ക ഹിരോഷിമയിലിട്ട ബോംബിന്റെ 180 ടൈംസ് ആണ്. നിങ്ങൾ തിരിച്ചറിയണം. എന്താ നോക്കണേ? ഓ, ഇതൊക്കെ ഉപദേശിക്കാൻ താൻ ആരോടൊന്നായിരിക്കും. ശരി, വേണ്ട, ഞാൻ നിർത്തി. നിങ്ങൾ കാര്യങ്ങളോ മനസ്സിലാക്കണം. നിങ്ങൾ തെരഞ്ഞെടുത്ത നിങ്ങളുടെ ജനകീയ സർക്കാരാണ് പറയുന്നത് ഈ ഡാം വീക്കാണ്. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം എന്ന് പറയുന്നത് ആളുകൾ വിചാരിച്ചിരിക്കണ എന്താണ്? വെള്ളം ഒഴുകി വരുമെന്നാണ്. അതെ, വെള്ളമല്ല ഒഴുകി വരുന്നത്. മരങ്ങൾ ഉണ്ടാവും, മനുഷ്യന്റെ ശവശരീരങ്ങൾ ഉണ്ടാവും, മൃഗങ്ങളുടെ ശവശരീരങ്ങൾ ഉണ്ടാവും. ഇവിടെ ഇതെല്ലാം കണ്ട് ചിരിക്കുന്ന രണ്ട് പേരെ ഈ കൂട്ടത്തിലുള്ളൂ. അതാരാണെന്ന് നോക്ക്. നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കും. ജയ് ഹിന്ദ്.